രണ്ടാം വിവാഹത്തിന് ശേഷം ലൈംലൈറ്റിൽ നിന്നും കാണാമറയത്ത് തന്നെയായിരുന്നു നടി കാവ്യ മാധവൻ. ഏറെ നാളുകൾക്ക് ശേഷം കാവ്യ മാധവൻ വിശിഷ്ട അതിഥിയായി പങ്കെടുത്ത ഒരു ചടങ്ങിന്റെ വീഡിയോയും നടിയുടെ പ്രസംഗവും ഒക്കെയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ശ്രദ്ധിക്കപ്പെടുന്നത്. ഈ ഒരു ചടങ്ങ് നടന്നിട്ട് ദിവസങ്ങൾ കുറച്ചായിട്ടുണ്ടെങ്കിൽ പോലും കാവ്യ മാധവന്റെ ഒരു വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. കുടുംബത്തോടൊപ്പം ചെന്നൈയിലാണ് ഇപ്പോൾ കാവ്യ മാധവൻ താമസിക്കുന്നത്. ചെന്നൈ മഹിളാ അസോസിയേഷൻ സംഘടിപ്പിച്ച വാർത്താ വായനാ മത്സരത്തിൽ വിജയികളായവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തത് ചലച്ചിത്ര നടി കാവ്യ മാധവനായിരുന്നു. കൂടാതെ തന്നെ ഇതേ ചടങ്ങിൽ വെച്ച് അസോസിയേഷന്റെ 15ാം വാർഷികത്തോടനുബന്ധിച്ച് ഏർപ്പെടുത്തിയ സുവർണപ്രഭ പുരസ്കാരം വ്യവസായിയും ജീവകാരുണ്യ പ്രവർത്തകയുമായ ജയാദേവി ചോലയിലിന് കാവ്യ മാധവൻ സമ്മാനിക്കുകയും ചെയ്തിരുന്നു. നമ്മുടെ മാതൃഭാഷ നമുക്ക് മനോഹരമായി കൈകാര്യം ചെയ്യുവാൻ പറ്റിയില്ല എങ്കിൽ അതാണ് ഏറ്റവും മോശപ്പെട്ട കാര്യമായി തനിക്ക് തോന്നുന്നതെന്നാണ് ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് പ്രസംഗിക്കവേ കാവ്യ മാധവൻ പറഞ്ഞത്. നടി പങ്കെടുത്ത ഈ ഒരു പരിപാടിയിൽ ക്ഷണിക്കപ്പെട്ട അതിഥിയായി പ്രശസ്ത ഗായിക സുജാതയുടെ ഭർത്താവ് ഡോക്ടർ വി കൃഷ്ണമോഹനും പങ്കെടുത്തിരുന്നു. കാവ്യ മാധവന്റെ ഒരു പ്രസംഗം അതിമനോഹരമായിരുന്നുവെന്നാണ് ഈ കഴിഞ്ഞ ദിവസം നിർമ്മാതാവ് രവി കൊട്ടാരക്കരയുടെ മകളുടെ വിവാഹ റിസപ്ഷനിൽ പങ്കെടുക്കുവാനെത്തിയപ്പോൾ മോഹൻ കാവ്യ മാധവനോട് നേരിട്ട് തന്നെ പറഞ്ഞത്. മോഹൻ കാവ്യയോട് പറഞ്ഞിരിക്കുന്ന ഈ ഒരു കോംപ്ലിമെന്റ് സമീപത്തു നിന്നും കാവ്യ മാധവന്റെ ഭർത്താവും നടനുമായ ദിലീപും കേൾക്കുന്നുണ്ടായിരുന്നു. മോഹൻ പറഞ്ഞ് അവസാനിപ്പിച്ച ഉടൻ തന്നെ അടിപൊളിയൊരു കമന്റ് ദിലീപ് കൗണ്ടറായി പറഞ്ഞിട്ടുണ്ട്. താൻ പറഞ്ഞു കൊടുക്കുന്നതൊന്നും മോശമാകാറില്ല എന്നാണ് ദിലീപ് കമന്റായി പറഞ്ഞത്. ഇത് കേട്ട് മോഹനും കാവ്യ മാധവനും സുജാതയും എല്ലാം പൊട്ടിച്ചിരിക്കുന്നതും ഫാൻ പേജുകളിൽ പ്രചരിക്കുന്ന ഇവരുടെ വീഡിയോയിൽ കാണുവാനും കഴിയും. ഈ പ്രചരിക്കുന്ന വൈറൽ വീഡിയോയ്ക്ക് കീഴിൽ നിരവധി പേരാണ് വ്യത്യസ്തമായ രസകരമായ കമന്റുകൾ കുറിച്ചുകൊണ്ടെത്തുന്നത്. കാവ്യ മാധവന്റെ ഈ ഒരു വീഡിയോ വൈറലായതോടെ തന്നെ ഇതുപോലെ അഭിനയത്തിലേക്കും കാവ്യ മാധവൻ തിരിച്ചു വരണമെന്ന ആവശ്യവും ആരാധകർ ഉന്നയിക്കുകയാണ്. ഒരു കാലത്ത് നടി കാവ്യ മാധവനോളം മലയാളത്തിൽ തിളങ്ങി നിന്നിരുന്ന മറ്റൊരു അഭിനേത്രി ഉണ്ടാകില്ല എന്ന് തന്നെ പറയാം. വിടർന്ന കണ്ണുകളും ഇടതൂർന്ന മുടിയും മനോഹരമായ ചിരിയുമൊക്കെയായി മലയാള സിനിമയിൽ താരം നിറഞ്ഞു നിൽക്കുകയായിരുന്നു. ഒരുപക്ഷെ 90കളിലൊക്കെ ജനിച്ച യുവാക്കളുടെ എല്ലാം ആദ്യത്തെ ക്രഷായിരുന്നു നടി കാവ്യ മാധവൻ എന്ന് തന്നെ പറയാം. കാവ്യ മാധവന്റെ ഗ്രാമീണ ലുക്കുള്ള ആ നാടൻ സൗന്ദര്യത്തിന് നിരവധി സ്ത്രീ ആരാധകരും എന്നുമുണ്ട്. മലയാളത്തിലെ സൂപ്പർ താരങ്ങളുടെ എല്ലാം നായികയായി എത്തിയിട്ടുള്ള നീലേശ്വരംകാരി കാവ്യ മാധവൻ നടൻ ദിലീപുമായിട്ടുള്ള രണ്ടാം വിവാഹത്തിന് ശേഷമാണ് സിനിമാ കരിയർ ഉപേക്ഷിച്ചു പോകുന്നത്. സെലിബ്രിറ്റി വെഡ്ഡിംഗ് അടക്കമുള്ളവയ്ക്ക് ഭർത്താവ് ദിലീപിനും മക്കൾക്കുമൊപ്പം കാവ്യ മാധവൻ എത്തുമ്പോഴെല്ലാം തന്നെ ക്യാമറ കണ്ണുകളുടെയും ആരാധകരുടെയും ശ്രദ്ധ ദിലീപ് കാവ്യ മാധവൻ കുടുംബത്തിന്മേലായിരിക്കും. കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ കാവ്യ മാധവന്റെ ലക്ഷ്യ എന്ന വസ്ത്ര ബ്രാൻഡ് മുഖം മിനുക്കി വീണ്ടും സജീവമായി പ്രവർത്തിച്ചു തുടങ്ങിയിട്ടും. മകൾ മഹാലക്ഷ്മി സ്കൂളിൽ പോയി തുടങ്ങിയതിനു ശേഷമാണ് ബിസിനസ്സിൽ ശ്രദ്ധിക്കുവാൻ കാവ്യ മാധവനും സമയം ലഭിച്ചു തുടങ്ങിയത്. മകൾ മീനാക്ഷിയും മഹാലക്ഷ്മിയും കാവ്യം തന്നെയാണ് മിക്കപ്പോഴും ഇവരുടെ ബ്രാൻഡിന് വേണ്ടി മോഡലിംഗ് ചെയ്യാറുള്ളതും. മോഡലിംഗ് വീണ്ടും ആരംഭിച്ചതോടുകൂടി ഫിറ്റ്നസിലും കാവ്യ മാധവൻ ശ്രദ്ധിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ചു കാലങ്ങളെ ആയിട്ടുള്ളൂ കാവ്യ മാധവൻ ക്യാമറകൾക്ക് മുൻപിൽ പ്രത്യക്ഷപ്പെടുവാനും മോഡലിംഗും ഒക്കെ ചെയ്യുവാനും പൊതു ചടങ്ങുകളിൽ അടക്കം പ്രത്യക്ഷപ്പെടാനും തുടങ്ങിയിട്ട്. വസ്ത്രവ്യാപാര രംഗത്തും കാവ്യ മാധവൻ കുറച്ചു വർഷങ്ങളായി സജീവമാണ്. മാത്രമല്ല ഇപ്പോൾ പൊതുപരിപാടികളിൽ ചീഫ് ഗസ്റ്റായും കാവ്യ മാധവൻ ഒറ്റയ്ക്ക് പങ്കെടുത്തു തുടങ്ങിയിട്ടുമുണ്ട്. കാവ്യ മാധവൻ പൊതുപരിപാടികളിൽ മാത്രമല്ല സിനിമകളിലും അഭിനയിക്കണമെന്ന് തന്നെയാണ് കാവ്യ മാധവന്റെ ആരാധകരുടെയും ആഗ്രഹം. ദിലീപ് ആദ്യ വിവാഹം കഴിച്ചത് നടി മഞ്ജു വാര്യറായിരുന്നു. ഇരുവരുടേതും പ്രണയ വിവാഹമായിരുന്നു. എന്നാൽ പക്ഷേ മകൾ മീനാക്ഷി പിറന്ന വർഷങ്ങൾക്കിപ്പുറം ഇരുവരും വിവാഹബന്ധം വേർപെടുത്തുകയായിരുന്നു. ദിലീപും മഞ്ജു വാര്യറും വിവാഹമോചിതരായപ്പോൾ പ്രധാനമായും ദിലീപിനെതിരെ ഉയർന്ന പഴി മഞ്ജുവിന്റെ കഴിവുകളെ ദിലീപ് വീട്ടിൽ തളച്ചിട്ടു എന്ന് തന്നെയായിരുന്നു. എന്നാൽ പക്ഷേ കാവ്യ മാധവനെ വിവാഹം കഴിച്ചതിനു ശേഷം കാവ്യയ്ക്ക് ബിസിനസ്സിലും മറ്റുമുള്ള വളർച്ചയൊക്കെ കാണുമ്പോൾ അന്ന് കേട്ടതൊന്നും വിശ്വസിക്കുവാൻ തോന്നുന്നില്ല എന്നും ആരാധകർ പറയുന്നുണ്ട്. ഭാര്യയുടെ ബിസിനസ്സിലും ദിലീപിന്റെ പൂർണ്ണ പിന്തുണയുണ്ടെന്നത് കാവ്യയുടെ ബിസിനസ്സിലേക്കുള്ള മടങ്ങിവരവിൽ നിന്ന് തന്നെ വ്യക്തവുമാണ്. ദിലീപിനെതിരെ വന്ന കേസും പിന്നീടുണ്ടായ വിവാദങ്ങളും ഒക്കെ വന്ന സമയത്തും ലക്ഷ്യയുടെ പ്രവർത്തനങ്ങൾ ഏതാണ്ട് നിലച്ചതുപോലെ തന്നെയായിരുന്നു. എന്നാൽ പക്ഷേ ഇപ്പോൾ സെലിബ്രിറ്റികൾ അടക്കം ലക്ഷ്യയുടെ സ്ഥിരം കസ്റ്റമേഴ്സുമാണ്. കാവ്യ മാധവനും മീനാക്ഷി ദിലീപും മഹാലക്ഷ്മി ദിലീപും പലപ്പോഴും ഫംഗ്ഷനുകളിൽ ധരിക്കാറുള്ള വസ്ത്രങ്ങൾ ലക്ഷ്യയിൽ നിന്നും ഡിസൈൻ ചെയ്യുന്നതുമാണ്. അതേസമയം മഹാലക്ഷ്മി സ്കൂളിൽ പോയി തുടങ്ങിയതിനു ശേഷമാണ് കാവ്യ മാധവന് തന്റെ വസ്ത്രവ്യാപാരത്തിലേക്ക് ശ്രദ്ധ കൊടുക്കുവാൻ സാധിച്ചു തുടങ്ങിയത്. തങ്ങളുടെ പ്രിയപ്പെട്ട ജോഡിയായ കാവ്യയും ദിലീപും ഇനി ഒരുമിച്ച് എന്ന് സ്ക്രീനിൽ എത്തുമെന്നാണ് ആരാധകർക്ക് ഇപ്പോൾ അറിയേണ്ടത്. അടുത്തിടെ ഇത് സംബന്ധിച്ച് ദിലീപിനോട് ചോദ്യം ഉയർന്നിരുന്നു. എന്നാൽ പക്ഷെ അത്തരത്തിലൊരു സ്ക്രിപ്റ്റ് വരുമ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കാമെന്നായിരുന്നു ദിലീപ് നൽകിയ മറുപടി. ഇപ്പോൾ മകൾ മഹാലക്ഷ്മി നോക്കുന്ന തിരക്കിലാണ് കാവ്യ മാധവനെന്നും ദിലീപ് എന്ന് വ്യക്തമാക്കിയിരുന്നു. എന്നാൽ പക്ഷെ ഇപ്പോൾ അഭിനയിക്കുവാൻ താൻ ഇല്ലെന്നായിരുന്നു കാവ്യ മാധവൻ ഒരിക്കൽ അഭിനയത്തിലേക്ക് തിരികെ വരുന്നില്ലേ എന്ന ചോദ്യത്തിനോട് പ്രതികരിച്ചത്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.